നമ്മളിന്ന് യാത്ര ആരംഭിച്ചത് സോജില വഴി ദ്രാസിലേക്കാണ്. ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൊക്കെ കണ്ട് ഇന്ന് കാർഗിൽ ടൗണിൽ താമസിക്കാനാണ് ഇന്നത്തെ യാത്ര. ആ രീതിയിൽ നമ്മുടെ യാത്ര ആരംഭിച്ചു. ഇത് മട്ടേൻ വില്ലേജാണ്. ദ്രാസിലെ അടുത്തേക്കുള്ള മട്ടേൻ വില്ലേജ്. ഇവിടുത്തെ പാറകൾക്കൊക്കെ മറ്റൊരു സ്ട്രക്ചറാണ്. അതൊരു മറ്റൊരു തരം പാറയാണ്. ഒരു ചെറിയ ടൗണും കൂടെയാണ് ഇത്. മട്ടേൻ വില്ലേജ് എന്ന് പറയുന്നത് ഒരു ചെറിയ ടൗണാണ്. പട്ടാളക്കാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇവിടെ ഈ വില്ലേജിൽ കുറച്ച് കടകളും ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ടാണല്ലോ മഞ്ഞുരുകി ഒഴുകി വന്നതിൻ്റെ കൂട്ടത്തിൽ ആ പാറയൊക്കെ. ഇവിടുത്തെ പാറകൾക്കൊക്കെ പ്രത്യേക രൂപമാണ്. നമുക്ക് മണ്ണ് ഒടിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. ഇങ്ങനെ അപരദനത്തിലൂടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് കൂട്ടുകയാണ്. മട്ടേൻ വില്ലേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് രസകരമായ കാഴ്ചയാണ്. ഈ മലയിൽ നിന്ന് ഇങ്ങനെ ഗ്ലേഷ്യറൊക്കെ ഒഴുകിയ സമയത്ത് ആ പാറയൊക്കെ പൊടിഞ്ഞിങ്ങനെ ഒഴുകി നിരപ്പായിട്ട് ഇവിടെ ഒരു നല്ലൊരു സമതലം രൂപപ്പെട്ടിരിക്കുകയാണ്. വല്ലാത്ത ലാൻഡ്സ്കേപ്പാണ്. ഈ പാറയൊക്കെ പൊടിഞ്ഞിങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടെ ഒരു നല്ലൊരു താഴ്വാര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമതല പ്രദേശം ഇവിടെ ചെടികളൊക്കെ വളർത്താൻ പറ്റിയ തരത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദ്രാസ് മേഖലയാണ്. ഇവിടെ എത്തിയപ്പോൾ വേറൊരു ജാഗ്രഫിക്കൽ ഏരിയയാണ്. ഇവിടുത്തെ മലകൾക്കൊക്കെ മറ്റൊരു രൂപത്തിലാണ്. ദ്രാസിലേക്ക് എത്തി. ദ്രാസ് ബ്രിഡ്ജ് ഉണ്ടല്ലോ ഇവിടെ. ദ്രാസിലെത്തിയ കുറച്ച് മരങ്ങളൊക്കെ വളരുന്നുണ്ട്. ഇവിടെ ജനവാസ മേഖലയും കൂടെയാണ്. ഇതിൻ്റെ അപ്പുറ സൈഡാണ് പാകിസ്ഥാൻ കാർഗിൽ വാറിൽ വിജയിച്ച സ്ഥലം. അവിടെ ബോർഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാണുന്നത് അതിൻ്റെ അപ്പുറം പാകിസ്ഥാൻ ബോർഡറായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഭൂമിശാസ്ത്രപരമായിട്ടും മറ്റൊരു നാച്ചുറലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലകളാണ്. ദ്രാസ് അത്യാവശ്യം നല്ല ടൗണാണ്. ദ്രാസ് ഡിസ്ട്രിക്റ്റ് ആണ് കാർഗിലിലെ ഒരു ഭാഗമായിട്ട്. To Dras, second coldest inhabited place in the world. നല്ല സിറ്റിയാണ്. ഓൾഡ് ഹൗസിംഗ്
പിന്നെ അക്ഷരാരിയ കോംപ്ലക്സ് ദാറുൽ ദലീൽ അത്യാവശ്യം വിൽപ്പനക്കാരൊക്കെ ഉണ്ട്. മറ്റൊരു ലാൻഡ്സ്കേപ്പാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ ഉണ്ട്. ഒരു മനോഹരമായ ലാൻഡ്സ്കേപ്പാണ് അവിടെ കാണുന്നത്. സ്കൂളാണ്, ഹോസ്പിറ്റലാണ്. ഇവിടെ ഒരു മുസ്ലിം പള്ളി കാണുന്നുണ്ട്. ടാക്സി സ്റ്റാൻഡ്, നല്ല ബേക്കറിയൊക്കെ ഇവിടെ കാണുന്നു. ഇവിടെ വലിയ പഗോഡാസ് പോലെയുള്ള മലകളാണ് ഇതിൻ്റെ പിൻവശത്ത് കാണുന്നത്. രാസിൻ്റെ പിൻവശത്ത് പഗോഡ പോലെയുള്ള മലനിരകളാണ്. അതിന് നല്ല നല്ല ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഒരു ലാൻഡ്സ്കേപ്പ് വ്യത്യാസമുണ്ട്. മനുഷ്യവാസമുള്ള ഏറ്റവും തണുപ്പേറിയ ഒരു ഒരു ടൗണാണ് ദ്രാസ്. സ്റ്റെപ്പാണ് കാണുന്നത്. മാറി മാറി വരിക, ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ദ്രാസ് താഴ്വരയാണ് ഏറ്റവും തണുപ്പേറിയ സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ മഞ്ഞൊക്കെ മലയുടെ മുകളിൽ മാത്രമേ ഉള്ളൂ, താഴെയൊന്നും മലകളില്ല എന്നുള്ളതാണ്. മഞ്ഞ് കാണുന്നില്ല. ദ്രാസിൻ്റെ തുടർച്ചയായി ഒരു താഴ്വര പ്രദേശമാണ്. ദ്രാസിൽ കുറച്ച് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഒരു ഡിഗ്രി കോളേജും സ്കൂളും പെട്രോൾ പമ്പ് എല്ലാം ഉണ്ട്. പിൻവശത്ത് മനോഹരമായ ഒരു മലനിരയാണ്. ഇവിടുത്തെ പാറകളുടെ തരവും വ്യത്യസ്തമാണ്. ഇങ്ങനെയാണ് കൃഷി ചെയ്തെടുക്കുന്നത്. കൃഷി പോലെ ഇവിടെ തിന വിളയുന്നുണ്ട്. കൃഷിയാണ് ഇവിടെ കാണുന്നത്. കൃഷിയുടെ ഇത് കാർഗിൽ വാർ മെമ്മോറിയൽ. ഇത് ദ്രാസ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ഉടനെയാണ് കാർഗിൽ വന്നത്. യഥാർത്ഥത്തിൽ കാർഗിലല്ല, ദ്രാസിലാണുള്ളതെങ്കിലും മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശം. പാകിസ്ഥാനുമായിട്ടുണ്ടായ കാർഗിൽ യുദ്ധത്തിൻ്റെ സ്മരണകളാണ്. അവിടെ രക്തസാക്ഷിത്വം വരിച്ച പിന്നെ പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി അവരുടെ പേരുകളൊക്കെ എഴുതി വച്ചിട്ടുള്ള മെമ്മോറിയലാണ്. അവർക്കുള്ള ട്രൈബ്യൂട്ടാണ്. ഇതൊരു ക്യാപ്റ്റനായിരുന്ന, ഇന്ത്യൻ പട്ടാളത്തിലെ ക്യാപ്റ്റനായിരുന്ന വ്യക്തിയാണ്. എല്ലാം യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി രാജ്യത്യാഗം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവരെയൊക്കെ ആദരിക്കേണ്ടതുണ്ട് തന്നെയാണ്. ഇത് മറ്റൊരു ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ക്യാപ്റ്റൻ അനൂജ് നയ്യാറാണ്. ഇന്ത്യൻ പതാകകൾ ഇവിടെ ഇങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പട്ടാളക്കാർ ധാരാളമായിട്ടുണ്ട്. ഇതിൻ്റെ മലകളായി ചുറ്റപ്പെട്ട ഒരു പ്രദേശം. ഇത് മരിച്ച ആളുകൾക്ക്, മരിച്ച പട്ടാളക്കാർക്ക് വേണ്ടിയുള്ള മെമ്മോറിയലാണ്.
ഇതിൽ മരിച്ച പട്ടാളക്കാരുടെ പേരുകളൊക്കെ കുത്തിവെച്ചിട്ടുള്ള പിന്നെ മെമ്മോറിയലുകൾ അവിടെ ധാരാളമായിട്ട് വച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ പരിപാടി നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നി. ജൂലൈ 26 അതിൻ്റെ ഭാഗമായിട്ട് വീർഭൂമിയിലാണ് ഇതുണ്ടാക്കി വെച്ചിട്ടുള്ളത്. വീർഭൂമി എന്നാണ് കാർഗിൽ പട്ടാളക്കാരുടെ മെമ്മോറിയൽസ് ഉള്ള ഭാഗത്തിന് പറയുക. ഇവിടെ പട്ടാളക്കാർ വെയിറ്റിംഗ് ആണ് പരിപാടിക്ക് വേണ്ടി എന്നുകൊണ്ട്. OP വിജയ് എന്ന് പറയുന്ന സ്മാരകത്തിൽ അവിടെ ഒരു ദീപം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ വിജയുടെ മെമ്മറി ആയിട്ട് ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. ട്രൈബോട്ട് ഓക്കെ. നമ്മളിവിടുന്ന് നേരെ ബാർലി കൃഷി ചെയ്യുന്ന പാടത്തേക്കാണ് ഇറങ്ങിയത്. ഇവിടെ ഈ മലയുടെ താഴ്വാരത്തിൽ നല്ല രീതിയിൽ ബാർലി കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. നല്ല വിളവല്ലെങ്കിലും മോശമല്ലാത്ത രീതിയിൽ ബാർലി കൃഷി ചെയ്യുന്നുണ്ട്. ഈ കാർഗിൽ, ദ്രാസ്, ലഡാക്ക് മേഖലയിലൊക്കെ ധാരാളമായിട്ട് ബാർലിയുടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യമാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മോശമല്ലാത്ത രീതിയിൽ ഇന്ത്യയിലൊക്കെ തങ്കം ഇങ്ങനെ പാറി പറക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ മലയുടെ മുകളിലാണ് കാർഗിൽ യുദ്ധം വന്നത്. പാകിസ്ഥാൻകാരുടെ ഭാഗത്തു നിന്നുള്ള കടന്നുകയറ്റം ഉണ്ടായത് ഈ മലയുടെ മുകളിലാണ്. ടൈഗർ ഹില്ലെന്ന് പറയുന്നത് അത് കാണുന്നതാണ്. ടൈഗർ ഹില്ലിൻ്റെ മുകളിലും മറ്റുമൊക്കെയാണ് കടന്നുകയറ്റം ഉണ്ടായത്. വാർ മെമ്മോറിയലിൽ ജൂലൈ 23 പിന്നെ 26 മറ്റേ വാർ വിജയ് ദിവസം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് കഴിഞ്ഞപ്പോഴേ മറ്റൊരു ലാൻഡ്സ്കേപ്പ് പ്രത്യേകിച്ച് മരുഭൂമി പോലെ കിടക്കുന്ന ലാൻഡ്സ്കേപ്പ്. മുകളിൽ കാണുന്ന പോലെ മുകളിലെ മലനിരകൾ പോലെയുള്ള പ്രത്യേകത. മലയുടെ താഴ്വാരത്തിലൂടെ മറ്റൊരു ലാൻഡ്സ്കേപ്പിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക ഇതിൻ്റെ താഴെ ഒരു പുഴ ഇങ്ങനെ സമാന്തരമായിട്ട് റോഡിന് സമാന്തരമായിട്ട് ഒഴുകുകയാണ്. അതോ സമാന്തരമായിട്ട് പുഴയ്ക്ക് സമാന്തരമായ റോഡ് നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കാർഗിലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാർഗിൽ വഴി ലേയിലേക്ക് എത്തുന്ന വഴിയാണത്. ഈ മലനിരകൾ മുഴുവൻ മഞ്ഞ് മൂടികളുടെ മലനിരകളാണ്. അത് മുഴുവൻ ഇപ്പോൾ ഒഴുകി പോയി ഈ പുഴയിലൂടെ തന്നെ സിന്ധു നദിയിലേക്ക് ചെന്ന് ചേർന്നു എന്ന് വേണം ഇവിടെ കുറച്ച് നല്ല ജനവാസ മേഖലയാണ്. കാർഗിൽ വാറിൻ്റെ കാലത്തെ ഈ മലനിരകൾ കയറിയാണ് നമ്മുടെ പട്ടാളക്കാർ മേലെ നിന്ന് പട്ടാളത്തിന് ഉപയോഗിക്കും. താഴെ എല്ലാം അതിജീവിച്ചാണ് ഇതിൻ്റെ മുകളിൽ കയറി വരുന്നത്. പാകിസ്ഥാൻ പട്ടാളത്തെ നമ്മുടെ ഭൂമി തിരിച്ചു പിടിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ്.
ശ്രീനഗർ ലേ ഹൈവേയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു പാലത്തിലൂടെ കിടക്കാൻ പോവാണ്. ഒരു വണ്ടി മറിഞ്ഞ് മുകളിലൊരു വീടൊക്കെ കൊണ്ടുവച്ചു. ഇവിടെ ഇവിടെയൊക്കെ വീടുകളുണ്ട്. കാർഗിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 25 കിലോമീറ്ററോടെ പോയി കാർഗിലേക്ക്. ഇത് ദ്രാസ് വാലിയുടെ ഭാഗമായിട്ട് ഈ അറ്റം വരെ നീണ്ടു കിടക്കുന്ന വഴിയാണ്. ഇവിടെ എത്തിയപ്പോൾ മറ്റൊരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ കാണുന്നത്. അവിടെ ആളുതാമസമൊക്കെ ഉണ്ട്. ശ്രീനഗർ ലേ ഹൈവേയുടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മലയിടുക്കിലൂടെ തന്നെയാണ് യാത്ര. കാണേണ്ട ഒരു ലാൻഡ്സ്കേപ്പ് തന്നെയാണ്. ഈ രണ്ട് മലകൾക്കിടയ്ക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാസ് കഴിഞ്ഞ് നേരെ കാർഗിലേക്ക് വഴിയാണ്. ഇതാണ് പലതരത്തിലുള്ള വണ്ടികൾ. ആൾക്കാടൊക്കെ പാറയൊക്കെ പൊടിക്കുക, താഴേക്ക് വീണ് മറിഞ്ഞു കിടക്കുക. ഇതുവരെ റോഡിന് സമാന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ക്രോസ് ചെയ്ത് മറുവശത്തിന് സമാന്തരമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ റോഡിൻ്റെ മറ്റൊരു അവർ അതിൻ്റെ അതിർത്തി കാക്കുന്ന ആളുകളാണ്. അതിൻ്റെ അരികിലേക്ക് അങ്ങോട്ട് മറഞ്ഞു. എന്താണ് മലനിരകൾ? കാർഗിൽ മലനിരകളാണിത്. രാവിലെ 6:10 തന്നെ ഇങ്ങനെ ആയിരിക്കുന്നു. ഇവിടെ സൂര്യൻ നേരത്തെ തന്നെ ഉദിക്കും. ഒരു 1.5 മണിക്കൂർ മുമ്പ് തന്നെ സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ് ഈ കാർഗിൽ. ശ്രീനഗർ എന്ന് പറയുന്ന ഇവിടെ ഒരാൾ റോഡൊക്കെ അടിച്ചു വൃത്തിയാക്കുന്നുണ്ട്. MCK എന്നൊരു ബാനറിലാണ് അയാളത് ചെയ്യുന്നത്. ഞങ്ങളിന്നിവിടെ താമസിക്കുന്നത് സോജില റെസ്റ്റോറൻറ്റ് കാർഗിലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് റുസില ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവരുടെ സ്ഥലമാണ് ഇവിടെ പിന്നിൽ ഇങ്ങനെ വളച്ച് കെട്ടി കാണിച്ചിട്ടുള്ളത്. ആ മലയുടെ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന്. ഇതിൻ്റെ പിന്നിലേക്ക് പോയാൽ കാർഗിലിൽ ഇപ്പോഴും 6 മണി കഴിഞ്ഞു. ഇതിൻ്റെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ പിന്നിലായിട്ട് സുരു റിവർ ഇങ്ങനെ സ്വച്ഛമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കുറച്ച് കലങ്ങിയിട്ടുണ്ട്. ഇവിടെ മുകളിലൊക്കെ ഐസ് ഉരുകി വരുന്ന വെള്ളമാണിത്. ഇതിൻ്റെ പിന്നിലേക്ക് ഈ വഴിയാണ് ഒരു റോഡ് പോകുന്നുണ്ട്. ഇങ്ങനെ മലമുകളിലൂടെ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാഴ്ചയാണ്. കാഴ്ച ഇതിൻ്റെ മലകളാണ് മുന്നിലേക്കും പിന്നിലേക്കൊക്കെ. സുരു റിവർ. ഇവിടെ ആപ്രിക്കോട്ടാണ് പ്രധാനമായിട്ട് വിളഞ്ഞു നിൽക്കുന്ന സ്ഥലം. ഞങ്ങളിന്നലെ ആപ്രിക്കോട്ടൊന്ന് കഴിച്ചു നോക്കി. ചുറ്റും മലനിരകളാണ്. അതിൻ്റെ താഴ്വാരമാണ് ജനവാസ മേഖല. ഈ മലയുടെ അപ്പുറ സൈഡ് പാർക്കിൽ നടീതടന്മാരെ കാർഗിലിൻ്റെ മുകളിൽ നിന്നുള്ള നഗരക്കാഴ്ചയാണത്. കാർഗിൽ ഡിസ്ട്രിക്റ്റാണത്. ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സും കൂടിയാണ് കാർഗിലിൻ്റെ. കാർഗിലിൻ്റെ വ്യൂ ആണത്. അങ്ങ് അതിലെ ഒരു ഗ്ലേസിയർ കാണാം. കാർഗിലിൻ്റെ വ്യൂ ഇവിടെ നിന്നാണ് കാണാൻ. അല്ലേ നല്ല രസമായിട്ടുള്ള
നല്ല വ്യൂ പോയിൻ്റാണ്. കാർഗിലിൻ്റെ മുഴുവൻ വ്യൂ ഇവിടെ നിന്ന് കിട്ടും.